மூணாறில் KSRTC டிப்போவின் அருகில் உள்ள KSRTCக்கு சொந்தமான 3 ஏக்கர் இடத்தில் 5 நட்சத்திர ஹோட்டல் கட்டுவதற்கான முயற்சிகள் நடத்தப்படும் என்று போக்குவரத்து துறை அமைச்சர் கணேஷ்குமார் கூறினார். இதன் ഭാഗமாக വിളംബരവും KSRTC வெளியிட்டுள்ளதாக அமைச்சர் தெரிவித்தார். അതിന്റെ ഏസ് കിട്ടാൻ താമസമില്ല. അതിന്റെ ഈ സൈറ്റ് മുഴുവൻ ഞാൻ ഇപ്പോൾ ഒന്ന് കാണും. ഇവിടെയുള്ള ഈ ബസ്സിനകത്താണ് ഇപ്പോൾ ആളുകൾ താമസിക്കുന്നത്. ഈ ബസ് ഒരു നല്ല സൗകര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുറച്ചുകൂടി സൗകര്യപ്രദമായ ഒരു സംവിധാനം അത് KSRTC മൂന്നാറിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കാം എന്നാലോചിക്കുക. KSRTCയിലെ സിവിൽ എഞ്ചിനീയർമാരും ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ അവരെയും വിളിച്ച് വരാൻ പറഞ്ഞിരുന്നു. അവരും എത്തിയിട്ടുണ്ട്. ഈ സൈറ്റ് ഒന്ന് കാണും. അടിയന്തരമായി ഇവിടെ ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ ഈ സ്റ്റേജിൻ്റെ പുറകിലായ ഭാഗത്ത് ഒരു സൈഡ് മാറി കൊടുക്കാൻ KSRTC തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരു കമ്പനിക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട്. അവരത് നിർമ്മിക്കും. ഉടൻ തന്നെ ബാറ്ററി ചാർജിങ് സ്റ്റേഷൻ വരും. അതോടൊപ്പം തന്നെ വളരെയധികം ഫാസ്റ്റ് ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമുച്ചയം, വിവിധ ഫാസ്റ്റ് ഫുഡുകൾ, വളരെ ലോകത്തറിയപ്പെടുന്ന ഫാസ്റ്റ് ഫുഡുകൾ വന്നാൽ അവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു സമുച്ചയം കൂടി ഇതിനോട് ചേർന്ന് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. MLAയുടെ ബിൽഡിംഗ്, MLA പറഞ്ഞ ഒരു ബിൽഡിങ്ങിന് പുറമെയാണ് ഇതെല്ലാം പറയുന്നത്. എന്നാൽ ഈ സ്ഥലം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. തൊട്ടടുത്ത് കിടക്കുന്ന 3 ഏക്കർ സ്ഥലം ഒരു 5 നക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ള കക്ഷികളിൽ നിന്നും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് KSRTC പരസ്യം ചെയ്ത് ക്ഷണിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു കമ്പനി വന്നാൽ അത് കൊടുത്തുകൊണ്ട് മൂന്നാറിൽ ഒരു 5 നക്ഷത്ര ഹോട്ടൽ KSRTCയുടെ സ്ഥലത്ത് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഉയരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയല്ല. സ്വകാര്യ നിക്ഷേപകൻ, ജെന്യുവനായിട്ടുള്ള, വളരെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുള്ള, ആ രംഗത്ത് പരിചയസമ്പത്തുള്ള ഏതെങ്കിലും ഒരു സ്വകാര്യ നിക്ഷേപകൻ വരണം. വലിയ ഹോട്ടലായിരിക്കണം. അല്ല ചുമ്മാ ആരെങ്കിലും വന്നൊരു ഹോട്ടൽ തുടങ്ങിയല്ല. ഏറ്റവും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഹോട്ടലാണ് ഉദ്ദേശിക്കുന്നത്. വരുമ്പോൾ അങ്ങനെ വേണം. ആരെങ്കിലും ഒരാൾക്ക് വാടക കൊടുത്ത്